ഫ്രണ്ട്സ്, ഇൻഷോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിനടുത്തുള്ള പാറന്നൂർ ചിറയിലേക്കാണ്. ഒരുപാട് പേര് പോയിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു സ്ഥലമാണത്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. തൃശ്ശൂർ കോഴിക്കോട് സ്റ്റേറ്റ് ഹൈവേയുടെ അടുത്താണ് പാറന്നൂർ ചിറ സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് കേച്ചേരി പന്നിത്തടം വഴി ചിറനെല്ലൂര് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് പോയാലും, അല്ലെങ്കിൽ തൃശ്ശൂർ കുന്നംകുളം റോഡിൽ പാറന്നൂർ സെൻറ്ററിൽ നിന്ന് റൈറ്റ് പോയാലും പാറന്നൂർ ചിറയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കേച്ചേരി ചിറനെല്ലൂർ വഴി പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 18 കിലോമീറ്ററും പാറന്നൂർ വഴി പോവുകയാണെങ്കിൽ 20 കിലോമീറ്ററാണ് വരുന്നത്. നമ്മളിപ്പോൾ കേച്ചേരി സെൻറ്റർ കഴിഞ്ഞ് പാറന്നൂർ വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ പറപ്പൂക്കാവ് എന്ന സ്ഥലത്തെത്തി. കേച്ചേരി പാലം കഴിഞ്ഞു. ഇവിടെയാണ് പ്രശസ്തമായ പറപ്പൂക്കാവ് അമ്പലം ഉള്ളത്. വളരെ പ്രശസ്തമായ ഒരു പൂരമാണ് അവിടെ നടക്കുന്നത്. കാരണം 60-ലധികം ആനകളൊക്കെ ഉള്ളൊരു പൂരമാണ്. ഈ വർഷം ഇപ്പോൾ കൊറോണ കാരണം പൂരമൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ പാറന്നൂർ സെൻറ്റർ എത്താറായി. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് 2 കുരിശുപള്ളികൾ കാണാം. ആ 2 കുരിശുപള്ളികളുടെയും നടുക്കിലായി ഒരു റോഡുണ്ട്. ആ വഴിക്ക് ഒരു 1.5 കിലോമീറ്റർ പോയാലാണ് നമുക്ക് പാറന്നൂർ ചിറയിലെത്താൻ പറ്റുക. അപ്പോൾ അതേ കുരിശുപള്ളി നമുക്ക് കാണാനുണ്ട്. ഇതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. ഇവിടെ നിന്ന് റൈറ്റ് നമുക്ക് പോകണം. കുന്നംകുളം അതുപോലെ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ചൂണ്ടൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന സെൻറ്ററാണ് പാറന്നൂർ സെൻറ്റർ. അവിടുന്ന് ലെഫ്റ്റ് പോയാൽ നമുക്ക് ഈ ചിറയിലെത്താം. കുന്നംകുളത്ത് നിന്ന് ഒരു 8 കിലോമീറ്ററും അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 15 കിലോമീറ്ററാണ് പാറന്നൂർ ചിറയിലേക്കുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാറന്നൂർ ചിറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാറന്നൂർ ചിറ ടൂറിസം വില്ലേജ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ കേച്ചേരി പെരുവന്മല ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പാറന്നൂർ ചിറ ടൂറിസം വില്ലേജിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്വാഗത കമാനം വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തിലാണ് പാറന്നൂർ ചിറ ടൂറിസം വില്ലേജ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ ചിറ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പാറന്നൂർ ചിറനെല്ലൂർ ഗ്രാമങ്ങളിലെ ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനുകൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. വാമനപുരം ബസ് റൂട്ട് എന്ന സിനിമയുടെ ഒരുവിധ ലൊക്കേഷനൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു. ഈ ഒരു പാലത്തിൻ്റെ മേലെ നിന്നാണ് ലാലേട്ടൻ ജോബിനെ വെള്ളത്തിലേക്കിടുന്ന ഒരു സീൻ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് പോലുള്ള ഷൂട്ടിങ്ങിനും പറ്റിയ സ്ഥലം തന്നെയാണിത്. ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ മൺസൂൺ സീസണിൽ തന്നെ വരാൻ ശ്രമിക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ട് വെള്ളം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോഴാണ് കൂടുതൽ കാണാനായിട്ട് ഭംഗി ഉണ്ടായിരിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റാണ് ഇവിടെ എത്തിയത്. പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ചിറനെല്ലൂരും പാറന്നൂരും. ഈ ചിറനെല്ലൂര് എന്ന പേര് വരാൻ കാരണം ചിറ, നെല്ല്, ഊര് എന്നീ 3 വാക്കുകൾ ചേർന്നിട്ടാണ്. ഈ പുഴ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി മുകളിലുള്ള മച്ചാട് ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന പുഴയാണ്. പല സ്ഥലങ്ങളിലൂടെ കടന്നു വന്ന് ഈ പാറന്നൂർ ചിറയിലൂടെ പിന്നീട് അങ്ങോട്ട് കേച്ചേരി പുഴയായി ഒഴുകി കടലിൽ പതിക്കുന്നു.
വാഴാനി ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഈ പാറന്നൂർ ചിറ നിറഞ്ഞൊഴുകും. മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനുമൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സൺസെറ്റാണ്. ഇവിടെ നിന്നുകൊണ്ട് സൂര്യാസ്തമയമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പാറന്നൂർ ചിറ കാണാൻ വരണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.